എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതൊരു എന്തെടുക്കുക? രാവിലെ ഞാനേ ചായയൊക്കെ ഇട്ട് രാവിലത്തെ പോലെ രാവിലെ എണീറ്റോടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതിന് ശേഷം ഒരു ഗ്ലാസ് ചായ വിത്തൗട്ട് ഇപ്പോൾ നോക്കും. ഷുഗറൊന്നും ഇല്ല, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി നോക്കുവാണ്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. അടിപൊളി ചായ. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ലഞ്ചൊക്കെ ഞാൻ കാണിക്കാവേ. അപ്പോൾ എന്നോട് വാ. ഞങ്ങളെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വെയിൽ വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ, നല്ല സുഖം വെയിലത്തിറങ്ങി വന്നപ്പോഴത്തേന്. ഹലോ മക്കളുമാരെ, മമ്മിയെ രാവിലെ കുറച്ച് അരി കഴുകി, ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് മമ്മി അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഈ പൈപ്പിൽ വരുന്ന വെള്ളമേ കൊള്ളില്ല. അപ്പോൾ കലത്തിനകത്തേതാണ് വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം പിടിച്ച് അടപ്പേ വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് അങ്ങിടാം. അപ്പോൾ ഞാൻ വെള്ളം പിടിച്ച് അടപ്പേ വെച്ച് കലം കാണിച്ചു തരാം. നമുക്കിനി ഈ വെള്ളം അടപ്പയിലോട്ട് വെക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴില്ലേ, വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ നാട് ഈ അരിയില്ലേ കഴുകി അത് ഇട്ട് കൊടുക്കാം. ഇത് 2 വെള്ളത്തിൽ കഴുകിട്ടല്ലേ. അപ്പം കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകാം. ഒക്കെ അരി ഇടാവേ. കുറച്ച് വെള്ളം കൂടെ, നല്ല വെള്ളം കൂടെ നമുക്ക് പിടിച്ച് ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ഇച്ചിരി അധികത്തിൽ വെള്ളം കിടന്നാലേ ഞാനറിയാമോ, അധികത്തിൽ വെള്ളം കിടന്നാലേ ചോറിങ്ങനെ നല്ല ഒട്ടാതെ പശയൊന്നും ഇല്ലാത്ത രീതിയിൽ സ്റ്റാർച്ച് കുറഞ്ഞ് കിട്ടും. അല്ല ചിലർ വെക്കുമ്പോൾ ചോറ് കണ്ടിട്ടില്ലേ, അതിനകത്ത് പശ മീൻസ് സ്റ്റാർച്ചിൻ്റെ അളവ് കൊണ്ട് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ ഇച്ചിരി നമ്മൾ കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ഭാഗത്തിനുള്ള ഇനി ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇവിടെ റൈസ് കുക്കറിൽ വാങ്ങി വെക്കാം. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് എടുത്തൊന്ന് വാർത്താൽ മതിയല്ലോ. അപ്പം ഇനി അത് തിളക്കട്ടെ, കാണിച്ചു തരാം എങ്ങനെ നമുക്ക്. ഇത് ഈ വലിയ മരത്തേലൊക്കെ വളരുന്നു. അതാ ഞാൻ പറയാം, അത് ഭിത്തിയിലോട്ട് പിടിപ്പിച്ചാൽ അത് ചിലപ്പോൾ ഭിത്തിയിലോട്ട് അങ്ങ് കയറി. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മോളോട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയാമോ? ഞാൻ 100 ഗോതമ്പ് വെക്കാൻ പോവാണ്. വെജിറ്റബിൾ ഇന്ന് ഇവിടെ വെജിറ്റബിളൊക്കെ ഉണ്ട്. അപ്പം ഉള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ഇട്ട് നമുക്ക് വെക്കാം. ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അല്ലേ, ബീൻസൊക്കെ ഫ്രിഡ്ജ് ചെയ്യുന്നതങ്ങ് മോള് ഉപയോഗിക്കാതെ കാരണേ അതൊക്കെ ചുരുങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ ഉപ്പുമാവിലിടുമ്പോൾ അതൊക്കെ ആയിരിക്കും. ഇതിൻ്റെ എല്ലാത്തിനെ തണ്ടൊക്കെ ഒന്ന് ഇതാക്കിയിട്ടേ വെള്ളത്തിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം, കഴുകിയതിന് ശേഷം ഞാൻ അരിയുന്ന കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നുണ്ടോ സവാള, മുളക്. ഇവിടുത്തെ മുളകാണ് ഇത് ബജി മുളകല്ല. ഇവിടുത്തെ കർണാടകയിൽ ഇത് കറി വെക്കുന്ന മുളക് തന്നെ, ബജി മുളകല്ല കേട്ടോ. പിന്നെ ഇഞ്ചി, ക്യാരറ്റ്, ഇത് ബീൻസ് കണ്ടോ, സവാള. പിന്നെ അത് വെക്കാൻ റെഡി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പുളിച്ചൊക്കെ ഇട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇത് നല്ലതാണ് കേട്ടോ. ഇതങ്ങ് ചുരുങ്ങിപ്പോയതാണ്, ഫ്രിഡ്ജിൽ ഇരുന്ന് ഉപയോഗിക്കാതെ അവൾ ചുരുങ്ങിപ്പോയതാണ്, കേടായതല്ല. ഇനി നമുക്കേ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി നമുക്കതിനെ ഒരു കാര്യം ചെയ്യാം. വെജിറ്റബിൾ കട്ടറിലോട്ടെ, വെജിറ്റബിൾ കട്ടർ എന്നും പറയാം, ചോപ്പർ എന്നും പറയാം. ചോപ്പർ ഞാൻ ഇങ്ങനെ എടുത്ത് എന്തിനാണെന്നറിയാമോ? അരിയാൻ എളുപ്പത്തിന് വേണ്ടി മുറിക്കും. അല്ലാതെ മുറിക്കാതെ വേണമെങ്കിലും ഇടാന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അത് കട്ടാകുമ്പോൾ ഒരു എളുപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ, കണ്ടോ എന്ത് എളുപ്പമാണ്. നമ്മുടെ അരി 15 മിനിറ്റായി തിളച്ചിട്ട്. ഇനി ഞാൻ ഇവിടെ റൈസ് കുക്കറിൽ വാങ്ങി വെക്കുവാണേ. ഇതാണ് റൈസ് കുക്കർ. അവിടെ ഇരുന്ന് വെന്തിരുന്നുള്ളതല്ലേ അവിടെ. ചായി ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം നമുക്കിനി അത് പിന്നെ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പോലെ എടുത്ത് അരി വാർത്ത് വെച്ചിരുന്നാൽ മതി. അത് വെന്തവിടെ ഇരിക്കും. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട്
ഇതിനകത്ത് എൻ്റെ വെജിറ്റബിൾ കട്ടർ ഉപയോഗിച്ചിട്ട് കണ്ട വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുക്കറിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. കുക്കർ കത്തിച്ച് കുക്കറാണ് വെച്ച് കുക്കറിൻ്റെ വാഷറൊക്കെ എടുത്തിട്ടിട്ട് ഇത് കഴുകാന്നരേ ഇതൊക്കെ ഊരി അങ്ങോട്ട് വെച്ചത് സെപ്പറേറ്റ് വെച്ചതിന് ശേഷമാണ് കഴുകുന്നത്. ഏതാണ്ടോ വെയിറ്റ് എല്ലാം നമ്മുടെ കുക്കറിൻ്റെ സേഫ്റ്റിക്ക്, നമ്മുടെ സേഫ്റ്റിക്ക്, കുക്കറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്നാ ചെയ്യുന്നതാണോ ഈ പാത്രം കഴുകുക, ഈ കുക്കർ കഴുകാന്നുണ്ടല്ലോ ഈ വാഷൊക്കെ ഊരി കഴുകണം. അതുകൂടാതെ കണ്ടിതില്ലേ ഇതിനകത്തോട്ട് പിന്നെ വെയിറ്റ് എടുത്തതിന് ശേഷം, ഈ വെയിറ്റ് എടുത്തതിന് ശേഷം കഴുകാന്നിടത്ത കാര്യമാണ് പറയുന്നത്. പൈപ്പിൻ്റെ ടാപ്പ് ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് വെള്ളം ചീറ്റണം. അപ്പോൾ വെള്ളം ചീറ്റുമ്പോൾ എന്താ ഈ ഹോളിലൂടെ വെള്ളം നല്ല ഫോഴ്സിലിങ് പോയാൽ ഇതിനകത്ത് ഒരു വേസ്റ്റും ഇരിക്കത്തില്ല കേട്ടോ. അപ്പം അത് സൂക്ഷിച്ച് ചെയ്യണേ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കർ ഓണാക്കി സ്റ്റൗ ഓണാക്കി വെളിച്ചെണ്ണ ഇവിടെ ഡ്രൈ ആയി പോയി കേട്ടോ. ഇനി അത് പൊട്ടിച്ച് ഒഴിക്കേണ്ടി വരും. പൊട്ടിച്ച് പ്ലാസ്റ്റിക്കിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം. അതിന് മോനാരിൽ വേണ്ടിയിട്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം എന്താ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് കണ്ട. ഒഴിച്ചിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അത് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കടു വറക്കാറില്ല. കടു വറക്കുന്നതിന് പകരം ഞാൻ ആഡ് ചെയ്യുന്നത് ഉഴുന്നാണ്. ഒരു പിടി ഉഴുന്നിടും കേട്ടോ. ഇത് കണ്ട ഇവിടെ കടലയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടല ഇടുന്നത്. കടല നല്ലതാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അല്ല അത്ര ഉള്ളായിരുന്നു, അത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. കടല ഒന്ന് ഇച്ചിരി മൂക്കട്ടെ, നല്ല ടേസ്റ്റായിരുന്നു. കടല ഇട്ടാല് നല്ല, പക്ഷെ ഞാൻ ഇതുവരെ കടല ഇട്ടിട്ടില്ല. ഇന്നാളൊരു പ്രാവശ്യം വെച്ചപ്പോഴും മോള് വെച്ച് തന്നപ്പോഴേ നല്ല ടേസ്റ്റായിരുന്നു. ഇത് നമുക്ക് നെയ്ക്കകത്തോ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നെയ്ക്കകത്തോ വെളിച്ചെണ്ണയിലോ എന്ത് വെള്ളം ചെയ്യാം. നെയ്യിലൊക്കെ ഇട്ട് ഉറക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ടേസ്റ്റ് കുറവൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ നടക്കാൻ പോയി കളർ മാറി അങ്ങനെ ഇത് കണ്ട ഇതിനകത്ത് കണ്ട ഇതെന്ന് പറയുന്ന മൂക്കുന്നതെന്ന് പറയുന്ന കടല കണ്ട ചെറുതായിട്ട് പൊളന്ന് വരും. അതുകൊണ്ട് ഈ കടല മൂപ്പിക്കുമ്പോഴേ ഹൈ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിക്കണം, അല്ലെങ്കിൽ എന്നാ പറ്റുമെന്ന് അറിയാമോ, ഇത് എണ്ണ കുടിക്കും. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറയുന്നത് ഉഴുന്നാണ്. കണ്ടോ ഇത് കണ്ട നമ്മുടെ ഉഴുന്നുണ്ട്, ഇതാ പാകം. ഇതിനകത്തോട്ട് ഇനി നമ്മുടെ വറ്റൽ മുളക്, നമ്മൾ വെജിറ്റബിൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ കണ്ട, ഇത് ഒക്കെ ഒന്ന് കട്ട് കൊടുക്കാം. എന്തൊക്കെ വെജിറ്റബിൾ ആണോ നമ്മൾ ഇടുന്നത് അതെല്ലാം ഒന്ന് കട്ട്. ഈ സമയത്താണ് നമ്മളിതെല്ലാം ആഡ് ചെയ്യേണ്ടത്. കറിവേപ്പില, ഓഫാക്കുന്നു, ഇത് തൂക്കമാണ്. ഇനി നമ്മൾ ഇത്രയാക്കി കഴിഞ്ഞു. ഈ കടല ഏറ്റവും അവസാനം നമ്മളിത് എല്ലാം ആക്കിയതിന് ശേഷം ഇട്ട് ഇളക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇടുന്ന ബ്രോക്കൺ വീറ്റ്, എനിക്കിപ്പം കണക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അല്ല 1.5 ഗ്ലാസ് വെള്ളം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കയറി നോക്കാമെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അല്ല എനിക്കിപ്പോൾ ഏകദേശം ഒരു കണക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. ഞങ്ങൾക്ക് 5 പേർക്കുള്ളതാണ് ഞാനീ ഉണ്ടാക്കുന്നത്. ശരി, ഇതിലിങ്ങനെ ഇടണം, ഇളക്കണം. അത് വെള്ളം നിൽക്കുന്നുണ്ട്.
ഓക്കെ. പിന്നെ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു 1 ഗ്ലാസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിന് കണ്ടോ, നേരത്തെ വെള്ളം ഒഴിച്ചപ്പോഴത്തേനെ വെള്ളം കുറവായിരുന്നു. ഇത് നികർന്ന് കുറച്ച് വെള്ളം കൊണ്ട് തിക്കെടുക്കണം. ഇതിനകത്ത് ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഉപ്പാണ്. അതായത് ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ഇവരുപയോഗിക്കുന്ന ഈ കല്ലുപ്പാണ്. എനിക്ക് കല്ലുപ്പിന് അത്ര വശമില്ല, എന്നാലും ഞാൻ ഇത് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഇച്ചിരി കല്ലുപ്പ് ഇത് തിളച്ചതിന് ശേഷം ഞാൻ അടയ്ക്കുന്നുള്ളതാ. ഇത്രയും കല്ലുപ്പാണ്. അതായത് നമ്മൾ ഇതിൽ ഉപ്പ് ഇടുമ്പോൾ ഉപ്പ് ഇളക്കി നോക്കുമ്പോൾ ഒരിച്ചിരി ഉപ്പ് മുന്നിൽ നിൽക്കണം. അപ്പം നമ്മുടെ മുറുക്ക് ഗോതമ്പിന് അത് പാകമായിരിക്കും കേട്ടോ. ഒരു സ്വല്പം ഉപ്പ് മുന്നിൽ നിൽക്കത്തക്ക രീതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതിങ്ങനെ കലക്കി നോക്കിയിട്ടെ വേണ്ട, ഇങ്ങനെ എടുത്തിച്ചിരി കല്ലുപ്പായതുകൊണ്ട് ഒരിച്ചിരി അരിയണം. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് നമുക്ക് ഇച്ചിരി സ്വല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അപ്പം ഇത് വേവുമ്പോഴത്തേന് എന്നാന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഉപ്പുമാവിൽ അത് പിടിക്കും. അപ്പം അതാണ് അതിൻ്റെ പാകം. ഇനി അത് തിളക്കട്ടെ. കല്ലുപ്പിട്ടത് കൊണ്ടേ അത് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഞാൻ കുക്കർ അടയ്ക്കുന്നുള്ളൂ. അവിടെ വെച്ചോളാം. ഹലോ ഗൈസ്, ഇത് പരിചയമില്ലാത്ത വാക്കത്തിയാണ് കേട്ടോ. നമ്മുടെ നീണ്ടുള്ളതല്ല, ഇത് വളഞ്ഞിരിക്കുന്ന വാക്കത്തി. അതാണ് പറ്റിയത്. 1% ഹൈഡ്രോകോർട്ടിസോൺ എന്ന് പറഞ്ഞാൽ അതവിടെ എടുത്തു തരും. കണ്ട തേങ്ങാ വെള്ളേ ഇതിനകത്തോട്ട് അരിച്ച് ഇങ്ങനെ എടുത്തിട്ട് അത് കുപ്പിയിൽ ഒഴിച്ചു വെച്ചാൽ എന്നാ ചെയ്യുന്നത്, നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിനകത്ത് വെച്ചാൽ നല്ല സൂപ്പർ കള്ള് മേടിച്ചില്ലെങ്കിലും നമ്മുടെ സ്വന്തം എന്താണ് കള്ളപ്പം ഉണ്ടാക്കാം നമുക്ക്. മനസ്സിലായോ? കണ്ടോ, ഇവിടുത്തെ ചിരവയില്ല ഇവിടെ. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ ഇങ്ങനെ ആക്കിയിട്ട് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഇതേവണ്ണം കട്ട് ചെയ്തിട്ട് ഇതേവണ്ണം ഇളക്കിയെടുക്കും. ഇത് ഇളക്കിയെടുത്തിട്ട് മിക്സിയിലടിക്കും. ഇതേപോലെ ഞാൻ ചെറുതായിട്ട് തന്നെ എല്ലാം അരിഞ്ഞിട്ട് എന്നാ ചെയ്യുമെന്ന് അറിയാമോ, മിക്സിയിലടിക്കും. അത് ഞാൻ എൻ്റെ 1-2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേവണ്ണം വീട്ടിൽ എനിക്ക് ചിരവയുണ്ട്. ഞാൻ ചിരവ ഇതേവണ്ണം കഴന്നൊക്കെ വന്ന അല്ലെങ്കിൽ വെള്ളം വറ്റി കിടക്കുന്ന തേങ്ങയൊക്കെ ആണെങ്കിൽ അവളാണെങ്കിൽ ഇത് കുറേ സമയം എടുക്കും. ഇങ്ങനെ ഉണക്ക് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഞാനിപ്പം ചിരട്ട ഇളക്കുന്നത് കണ്ടപ്പോഴേ അവള് ചോദിച്ചു, മമ്മി എത്ര പെട്ടെന്ന് ഇതാക്കിയെന്ന്. അതാണ് പറയുന്നത്, എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഒന്നുമില്ലെങ്കിൽ ഇത്ര ഓക്കെ നിത്യാഭ്യാസി ആനയെ എടുക്കും. മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടോ. ആന എടുക്കുമെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എടുക്കുമെന്ന് പറഞ്ഞാലും അതന്നെയാണ്, അതേ മീനിങ് അത്. കേട്ടോ, ഒരു തേങ്ങ ഞാൻ ഫുള്ളായിട്ട് ഈ പൊടിക്കുന്നതിനകത്തോട്ടിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ക്രഷായി വരുമല്ലോ. അപ്പം എപ്പോഴും നമുക്കിതെടുത്ത് മിക്സ് എടുക്കേണ്ട കാര്യമില്ല. പൊടിഞ്ഞു നോക്കട്ടെ. നമുക്ക് കുക്കർ പെട്ടെന്നൊന്ന് തുറക്കണമെന്ന് വെച്ചാൽ ഇതേവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉണ്ടോ? ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിലെ പ്രഷർ കുറയും. ഉണ്ടോ? വെള്ളം ഒഴിച്ചില്ലേ? കണ്ടാ, ഫുൾ എയർ പോയി എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ ചില ആൾക്കാർ എയർ പോകുന്നതിന് മുമ്പ് തന്നെ ഇതിനെ വലിച്ചിങ്ങ് തുറക്കണം. നമ്മൾ അങ്ങനെ തുറക്കാൻ പാടില്ല. ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട എയർ ഉണ്ടെങ്കിൽ എല്ലാം പറ്റും. നമ്മുടെ സൈഡിലൂടെ എയർ വരും. കണ്ടോ, ഇപ്പം എയർ ഇല്ല അത്ര മാത്രമല്ല. നോക്കി ഇതിൻ്റെ പിടി നോക്കി എന്നാ അനക്കുന്നുണ്ട. ഇതിൽ എയർ നിൽക്കുവാണെങ്കിൽ അതിനകത്ത് ഒട്ടും അത് അനങ്ങത്തില്ല കിട്ടും. എന്നാലും ഈ വെയിറ്റിനെ എടുക്കണം. അപ്പം ഉറപ്പായി ഇതിനകത്ത് എയർ ഇല്ലെന്ന്. അതിനുശേഷം ഇതിനെന്താ തുറക്കണം. കണ്ടോ, ഇതിപ്പം കണ്ടോ ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തേങ്ങ ഒതുക്കിയപ്പോഴേ ഇച്ചിരി അരഞ്ഞു.
നമ്മുടെ മിക്സിയിൽ അങ്ങനെ അരയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ പൊടിക്കുന്നതിൽ എടുത്തത്. അതങ്ങ് അരയുന്ന പോലെ അത് സാരമില്ല. ഇപ്പം അതും ഇട്ട് ഇത് മനസ്സിലായോ? നേരത്തെ നമ്മൾ എടുത്തു വെച്ച കടല ഒരു ക്ലിപ്പ് എടുത്തു ഇതിങ്ങനെ ഇളക്കണം. അപ്പൊ ഇതെല്ലാം ഇടോ ഇങ്ങനെ പഴം കൂടെ പുഴുങ്ങാൻ നോക്കാം. കേക്ക് അരിഞ്ഞാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കതിനെ ഒന്ന് കഴുകി എടുക്കാം. കഴുകിയിട്ട് നമുക്ക് അരിയാം. നന്നായിട്ട് കഴുകിട്ടോ. മുളകും ഞാൻ മീൻകറി വെക്കാൻ പോവാം. മീൻകറി ഞാൻ വെച്ചോണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൂടെ ഇങ്ങനെ വെച്ചിരുന്നാലേ വെള്ളം ഒന്ന് പോകും. ഇതിന്റെ മൂടൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത്. ഞാനൊരു പ്രാവശ്യമേ ചെന്നൈ പോയപ്പോഴത്തേന് ഇതിന്റെ ഈ അവര് കേടാവാതിരിക്കാനായിട്ട് ഈ മൂടിന്റെ അവിടെയാണ് കുത്തി വെക്കുന്നത് കണ്ട് ഞാനൊരു പ്രാവശ്യം. അപ്പൊ ഞാൻ പിന്നെ കഴിവതും ഞാൻ മറന്നൊന്നും പോയില്ലെങ്കിൽ ഞാൻ അതിന്റെ മൂട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടും. ഈ മുരിങ്ങയ്ക്ക് അവളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചോണ്ട് ഇനി അതിനെ രണ്ടായിട്ട് കീറാം. ഞാൻ പക്ഷെ ഇങ്ങനെയല്ല, മോളിങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ വെച്ചതിന് കറി വെച്ചപ്പോഴേ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇങ്ങനെ അറക്കുമ്പോൾ തോന്നുന്നു ഇത് വെള്ളം കയറിയിരിക്കണം. അങ്ങനെ കറി വെക്കുമ്പോൾ അങ്ങനെ അതില്ല. കണ്ടോ, ഞാൻ ഇതിനകത്തെ മീൻ കറി വെച്ചോണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേനും ഇത് നിറച്ച് മീൻ കൊണ്ടുവന്നതാണ്. മീൻ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇരിക്കാം. നമ്മുടെ ആവശ്യത്തിന് എടുത്ത് ഞാനാക്കും. ഇതിനകത്ത് ഇവിടെ ഇവർക്ക് വെക്കുമ്പോഴത്തേനും ഞാനകത്ത് ഇച്ചിരി പിന്നെ തക്കാളിക്ക് മുരിങ്ങയ്ക്ക് പിന്നെ പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോഴാണ് ഞാനകത്തൊരു മീൻ ഇടുന്നത്. മനസ്സിലായോ? ഞാനേ പിന്നെ പുളി എൻ്റെ മീനിലുണ്ട്, എന്നാലും ഒരു 2 പുളിയും കൂടെ ഇടുവാണ്. ഇച്ചിരി നമ്മൾ ഈ കഷ്ണമൊക്കെ ഇടുവല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടുന്നു. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇളക്ക്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണം എടുത്തിടാം. മീനെ പാകത്തിനുള്ള സ്പൂണില്ല, അതാണ് രസം. മീൻ കഷ്ണം കോരിയിടാൻ പോവാണ്. മതി ഇത്ര മീൻ മതി. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കട്ടെ, എല്ലാം കൂടെ കിടന്നു ആവട്ടെ. ഇതേ ചൂര മീനാണേ, ഒരു കഷ്ണം മീനല്ലേ. അപ്പോൾ അതതിൻ്റെ കൂടെ കിടന്നു എന്ത് നല്ല ടേസ്റ്റ് ആവും. നോക്കട്ടെ, ഉപ്പ് ഉണ്ടോ നോക്കട്ടെ ആദ്യം. എല്ലാ ഭാഗത്തിനും. അപ്പം ഇതിനെ കിടന്ന് തിളച്ച് വറ്റട്ടെ. വറ്റുമ്പോൾ കാണിച്ചു തരാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചിരിക്കുകയാണ്, തിളക്കിട്ട് വേണം തിളച്ചിച്ചിരി വറ്റട്ടെ. അടച്ചു വെക്കാം നമുക്കിനി. ഇത് തിളക്കട്ടെ. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചതാ. തീ അങ്ങ് നന്നായി നല്ല ഇതായിപ്പോയി. തീ കുറയ്ക്കുന്നതിന് മുമ്പിട്ടേ ഇതിനെയൊക്കെ ഞാൻ എടുത്ത് വെക്കാം. നമുക്ക് ഇത്രയായെന്നാണ് തോന്നുന്നു. വറ്റി ഇത്ര വറ്റിയാൽ മതി. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് ഓഫാക്കാം. ഇതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ടേ നമുക്ക് തോരൻ വയ്ക്കാം.
ഇത് ഓഫാക്കട്ടെ. നമ്മുടെ വെണ്ടയ്ക്കയും കോവയ്ക്കയും എല്ലാം കൂടെ നല്ല ചോപ്പറിലിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞു ഇതെല്ലാം കൂടെ ഒരു തോരൻ വയ്ക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇരുന്ന് ഇനിയിപ്പോൾ കേടായിപ്പോവും. അവൾ കുറച്ച് ദിവസം കൊണ്ട് അത് എടുക്കാതിരുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ കാറ്റഗറി പെട്ടതാണ്. അത് കുറച്ച് കോവയ്ക്ക അതെ വെണ്ടയ്ക്ക അതെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. കടുക് ഇടാം. വെച്ചിട്ടുള്ള കോവയ്ക്ക് വെണ്ടയ്ക്ക് സാരമില്ല. കോവയ്ക്ക വെണ്ടയ്ക്കെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ സവാള എല്ലാം കൂടെ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇച്ചിരി കൂടെ ഉപ്പ് ഒഴിക്കാൻ. ഈ ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് കണക്കറിഞ്ഞുണ്ട്, എന്നാലും ഇത്ര മതിയെന്ന് തോന്നുന്നു. ഇത് സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോവയ്ക്കും വെണ്ടയ്ക്കല്ലേ അപ്പോൾ ഇച്ചിരി ഗരം മസാല, അതൊരു പ്രത്യേക ഫ്ലേവർ. ഇതിന് നമുക്ക് ഇളക്കി വെക്കാം. ഇളക്കി വെക്കുമ്പോഴേ അതിൻ്റെ ഉപ്പെല്ലടോ പിടിച്ച് ഉപ്പെല്ലടോ ആയിട്ട് ഈ കോവയ്ക്കയുടെയും വെണ്ടയ്ക്കയുടെയും ആ പൊടിപ്പൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ട് അടച്ചു വെക്കാവേ. ചെറിയ തീയിലവിടെ ഇരിക്കട്ടെ. നമുക്കേ മാങ്ങയും കൂടെ അരിഞ്ഞ് അച്ചാറിട്ടാലേ 2-3 ദിവസം ഇരിക്കുമല്ലോ. അപ്പോൾ അവർ രാവിലെ പോകുമ്പോൾ അവർക്ക് ചോറും കെട്ടിക്കൊടുത്തയക്കാം. ഞാൻ അച്ചാറിടാന്നൊരേ ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊന്നും ചെത്തി കളയത്തില്ല. നന്നായിട്ട് കഴുകിയിട്ടായിരിക്കും ഞാൻ അരിയുന്നത്. അല്ല ഇതായിട്ടുണ്ട്. ഞാനതൊക്കെ ഇച്ചിരി തേങ്ങ ഞാൻ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇളക്കി എടുക്കാം. കണ്ടോ, കോവയ്ക്കും കൊഴുപ്പുള്ളതായിരുന്നു, വെണ്ടയ്ക്കും കൊഴുപ്പുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടോ കൊഴുപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? അതിനാണ് കുറച്ച് നേരം നമ്മളിതിനെ ഇങ്ങനെ ഉപ്പ് ഒഴിച്ച് നമ്മൾ ഇടേണ്ട എന്ത് സാധനമാണോ ആക്കിയതിന് ശേഷം അടച്ചു വെക്കണം. അപ്പോൾ ഈ ആവി കൊണ്ട് അതിൻ്റെ ആ കൊഴുപ്പൊന്ന് മാറും. നന്നായിട്ട് വേകുമ്പോഴേ ആ കൊഴുപ്പ് മാറും. ഇപ്പം കൊഴുപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കൊഴുപ്പ് മാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിനകത്തൊരു സ്വല്പം തേങ്ങ ഇട്ടത്. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തോരൻ വെച്ചതായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ടത്. ഇനി ഒരു 2 മിനിറ്റ് വേണമെന്ന് ഇല്ല നോക്കട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കണ്ടോ മാങ്ങ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പൊടിയുപ്പിലാണ് നല്ല പാകമുള്ളത്. ഇതിപ്പം അന്നെ കലക്കി വെച്ചിരിക്കുന്ന ഉപ്പാണ്, കല്ലുപ്പാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഒഴിച്ച് ഇളക്കി വെക്കാൻ പോവാം. 2 മിനിറ്റ് ഇളക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് പിടിക്കും. ഇപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാറിന് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കാം. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ അതാണുള്ളത്. അപ്പോൾ നമുക്കതിനെ കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് മൂപ്പിച്ച് മുളക് പൊടി മൂപ്പിച്ച് വെച്ച് വറുത്തിടാം. നമുക്ക് അച്ചാറിടാനായിട്ട് ഗോൾഡ് വിന്നറായിട്ട് ഉലുവ പൊടിക്ക് വരെ ഞാൻ ഉലുവയാണ് ഇടുന്നത് കേട്ടോ. ഉലുവ ഇച്ചിരി കടിക്കൊക്കെ ചെയ്യട്ടെ. ഉലുവ ഇടുന്നുണ്ട്, കടുക് ഇടുന്നുണ്ട്, 2 ഇട്ട്. അല്ല ഉലുവയുടെ കളറൊക്കെ മാറിയത് കേട്ടോ. കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ ഇതാവുന്നത് കേട്ടോ. ഇത് പണ്ട് ബിഗ് ബോസിനകത്ത് പേളി മണി സാബും കൂടെ എന്തോ ഉണ്ടാക്കിയപ്പോഴത്തേന് അതെല്ലാം പൊട്ടിത്തെറിച്ചാലാണ് കഴിച്ചത്. ഓക്കെ. എന്തുകൊണ്ട് അങ്ങനെ ആയെന്നറിയാമോ?
ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. വിനാഗിരി ഉണ്ടോ? ആ, അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറ്റിയത്. ഇപ്പോൾ അത് ഓക്കെ. ഇത്ര ആയാൽ മതി. ഇപ്പോൾ കാരണം ഇതിപ്പോൾ ഒരാഴ്ച പോലും ഇരിക്കില്ല. ഇവരിപ്പം കയറി ഇറങ്ങി ഇതിപ്പം തീർക്കും. ഇനി ഇതിനകത്ത് മുളക് പൊടി. ഇത് ഈ പാത്രം ചെറിയ സ്പൂണിൽ എത്ര നേരം ഞാൻ നിൽക്കും. ഇനി മഞ്ഞൾപ്പൊടി. ഗ്യാസ് ഓഫാക്കുന്നേ. കാരണം ഇത് എന്തുകൊണ്ടെന്നാണ് ഓഫാക്കുന്നത് അറിയാമോ? ചൂടെണ്ണയാണ്. നമ്മുടെ പൊടി കരിയാൻ പാടില്ല. കണ്ടോ? ഒരു തുള്ളി ഇത് ഇച്ചിരി തുള്ളി ഇതിന് ഇച്ചിരി ഉപ്പ് വേണമായിരുന്നു. പൊടി ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കലക്കി വെച്ച് ഉപ്പ് തന്നെയാണ് ഞാൻ ഇച്ചിരി കൂടെ ചേർക്കാൻ പോകുന്നത്. പൊടി ഇല്ലാത്തതുകൊണ്ടാണേ. ഞാനിത് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇതാ ഇനി എൻ്റെ മാങ്ങ ഇതിനകത്തോട്ട് അങ്ങ് തട്ടുകയാണ്. വിനീഗറൊക്കെ ഒഴിച്ച് നോക്കുവാണെങ്കിൽ ഇത് തണുത്തതിന് ശേഷം ഒഴിക്കാവും കേട്ടോ. ഇത് ഞാൻ വിനീഗറൊന്നും ഒഴിക്കുന്നില്ല. കാരണം ഇതിപ്പോൾ 2 ദിവസത്തിനകം തന്നെ ഇവർ കയറി ഇറങ്ങിയത്. ഇപ്പം മാങ്ങ ആയതുകൊണ്ടേ തീരും. നല്ല കളറല്ലോ. മമ്മി വേറെ ചെറിയ സ്പൂൺ എടുത്തിട്ടിരുന്നു. വലിയ സ്പൂൺ ആയതുകൊണ്ട് പരത്താൻ ടേസ്റ്റില്ലേ? നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് ഇത് പിടിച്ചിട്ടുണ്ടായിരിക്കും. അരപ്പൊക്കെ ഇച്ചിരി താമസിക്കും. അടിപൊളി ടേസ്റ്റ്. കായും ഉലുവയുടെയും മറ്റേ ഇതെല്ലാം കൂടി എന്തൊരു ടേസ്റ്റ്. ഇത് എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണല്ലോ മമ്മി ഉപയോഗിച്ചത്. അല്ലെങ്കിൽ മമ്മി മറ്റേതാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ്. അപ്പം ഇതിന് ഇച്ചിരി നേരം ഇരിക്കട്ടെ. കൈ നോക്കുമോ ഞാൻ കേട്ടോ. ആരും കളിയാക്കല്ലേ. അത്രയ്ക്ക് ടേസ്റ്റ്. എനിക്ക് പക്ഷേ പിച്ചാത്തിയാണ് എളുപ്പം ഇതിനേക്കാളും. ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ എളുപ്പമായിരിക്കും അല്ലേ മക്കളെ? എളുപ്പമാ. വെള്ളരിക്കറിയാവേ ഇച്ചിരി റൗണ്ടായിട്ട് വെറും കനം കുറയ്ക്കുന്നില്ല. വെറും കനം കുറച്ച് കഴിക്കാനും ഇങ്ങനെ കയ്യിൽ എന്താണെന്നറിയാമോ? കുരുമുളക് പൊടിയാണ്. സ്വല്പം കുരുമുളക് പൊടി. ഒരു അടപ്പ് പാത്രം എടുക്കട്ടെ. നോക്കട്ടെ പറ്റുമോ? എല്ലാം പറ്റി. ഇപ്പം എല്ലാം ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ആയില്ലേ?